വെൽക്കം ബാക്ക് ഡിയർ. സമയം ദേ 9 മണി കഴിഞ്ഞു. 9 ഡിഗ്രി ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. ശനിയാഴ്ച രാവിലെ കേട്ടോ. അപ്പോൾ സ്കൂളും ഓഫീസും ഒന്നും ഇല്ല, എല്ലാവരും ഇവിടെ കുത്തിയിരിപ്പുണ്ട്. ലേറ്റായിട്ടാണ് ഞാൻ എഴുന്നേറ്റ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പുട്ടിൻ്റെ മാവ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ദേ പെട്ടെന്ന് വന്ന് പുട്ട് അങ്ങ് വാരി വെച്ചു. നമ്മുടെ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ച പുട്ട് കുറ്റിയിലുണ്ടാക്കുന്ന പുട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇന്ന് പുട്ടും കടലയും. അപ്പം നമ്മുടെ മെയ്ഡ് ജ്യോതി വന്നപ്പോൾ കുറച്ച് മുരിങ്ങയിലയും മുരിങ്ങപ്പൂവൊക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദേ പുറകിൽ നിൽക്കുന്ന മുരിങ്ങയെല്ലാം ദേ വെട്ടിക്കളയുവാന്ന്. അത് കേട്ട പാതി അമ്മയും അങ്കുവും കൂടെ അങ്ങോട്ട് ഓടി. ഞാനും ദേ അങ്ങോട്ട് ഓടുക, കാരണം എനിക്ക് വിഷമമായിപ്പോയി. ഞാനത് മുരിങ്ങയ്ക്ക നിറച്ച് പിടിച്ച് കിടക്കുന്ന ഒരു ദിവസം രാത്രി ഞാൻ കാണിച്ചു പകലെടുക്കണമെന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ആ താഴെ നിന്ന് എല്ലാം വെട്ടിക്കളഞ്ഞില്ലേ. അപ്പം താഴത്തെ മാത്രമേ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. ആ നേരെ കാണുന്ന വീട്ടുകാർക്ക് അകത്തോട്ട് വെയിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് അത്രയും ഭാഗം വെട്ടിക്കളഞ്ഞത്. നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന എല്ലാവരും വെച്ച് വെട്ടിക്കളഞ്ഞു. കുറേ പിടിച്ച് കിടപ്പുണ്ടായിരുന്നേ മുരിങ്ങയ്ക്ക. എന്തോ ചെയ്യാനാ, വിവരമില്ലാത്ത നിങ്ങളാ, എന്തോ ചെയ്യും. ഇവർക്ക് അതിനെല്ലാം ദാ ഇവിടെ വെയിൽ കിട്ടുന്നില്ല, എന്തുകൊണ്ട് അത് മൊത്തത്തിൽ അടച്ചു വെച്ചിട്ട് പിന്നെ എങ്ങനെ വെയിൽ കിട്ടാനാ? അയ്യോടാ, നിറച്ചുണ്ടായിരുന്നു ഇറുങ്ങ് പോലെ അല്ലേ, കഷ്ടമായിപ്പോയി. അവർക്ക് മുരിങ്ങ കൊണ്ടത് അത് കൊള്ളത്തില്ല, അത് വേണം, ഒന്നും കൊള്ളത്തില്ല. കൊള്ളത്തില്ല അങ്ങനെയുള്ളത്, തിരികെ ഒരു രുചിയും കാണത്തില്ല. പക്ഷേ ആ പൂക്കളും ഒക്കെ പൂ പറിച്ചുകൊണ്ട് നമുക്ക് തോരൻ വെക്കാന്നെങ്കിൽ വെക്കാം. പിന്നല്ലാതെ ഇന്ന് കുറച്ച് പൂ ഇതെല്ലാം അങ്ങ് പറിച്ചു അമ്മ, തോരൻ വെക്കാം. നമ്മുടെ വീടാണ് വന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് അമ്മയും അങ്ങ് ആദ്യം ഓടി, പിന്നെ ഞാനും ഓടി വന്നു. അപ്പോൾ മൊത്തത്തിൽ വെട്ടിയിട്ടില്ല, താഴെയുള്ളതല്ല ആ കൊമ്പ് വെട്ടിയതാ. വെയിൽ ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാർക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവർ ആ ബാൽക്കണി മുഴുവൻ എന്തോ കറുത്ത സാധനം വെച്ച് അടച്ചേക്കോ. പിന്നെ എങ്ങനെ വെയിൽ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് വെട്ടിക്കളഞ്ഞു. ഇവിടെ ഉള്ളവരൊന്നും ഇത് ഉപയോഗിക്കത്തില്ലേ, അതുകൊണ്ടായിരിക്കും. പക്ഷെ എത്തുമോ അമ്മ? എത്താൻ പാടല്ലേ? സാരമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. പൂക്കളെല്ലാം പോയി, തോരം പൂക്കളല്ലേ, കഷ്ടം. ഇവിടെയുള്ളൊരു ഇല ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ. പക്ഷെ മുരിങ്ങയ്ക്ക് അവർക്ക് കഴിക്കാനൊക്കെ പാടാന്നാണ് പറയുന്നത്. ഇത് നല്ല വെയിലുള്ള ദിവസമാണ്, നല്ല ഒരുവിധം നല്ല ചൂടുമുണ്ട് കേട്ടോ, നല്ല സുഖമുണ്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ. ഇതാ മുരിങ്ങയ്ക്കകൾ നല്ല ഇങ്ങനെ കിടന്നേ, അതായത് കൈ വെച്ച് പറ്റാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പോയി. രാത്രി ഗുഡ്ഗാവിലോട്ട് പോകാൻ പോകും കേട്ടോ. നമ്മുടെ കാറിൻ്റെ ഒരു ഡോറിൻ്റെ ആ ഗ്ലാസ് താക്കാൻ കുറച്ച് പാടുണ്ട്. അത് മാത്രമല്ല രാത്രി മുംബൈയിൽ പോകും 3-4 ദിവസത്തേക്ക്. അതിന് മുന്നേ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടും വരാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ഒഫീഷ്യലായിട്ട് പോവുക. അപ്പോൾ സൺഡേ പോയിട്ട് ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വരുന്ന രീതിയിൽ പോകണം. പിന്നെ രാത്രി അതേ റെഡിയായി നിൽക്കുക കേട്ടോ. ഇത് പാറു വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. നേരെ നോക്കെ അത് തടിയിച്ചാലേ ഈ എന്താ പറയുക, തണുപ്പിൻ്റെ ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് തടി വെച്ചാലേ തോന്നും. അതാ കേട്ടോ. കൂടെ രാക്കയുടെ ഫ്രണ്ടും പോകുന്നുണ്ട്. നമ്മുടെ തൊട്ട് മുകളിലാണ് താമസിക്കുന്ന രാക്കയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ദേ അങ്ങനെ മുരിങ്ങയുടെ പൂവ് അമ്മ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇലയും കുറച്ച് പൂവും നമ്മുടെ മെയ്ഡും കൊണ്ടുവന്ന് വെച്ചതാട്ടോ. തോരൻ എങ്ങനെ വെക്കാമെന്ന് പറഞ്ഞു. ലഞ്ചിന് അങ്കു കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലേ, മാഗി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഉണ്ടാക്കിയില്ലായിരുന്നു. പാവം കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് കുറച്ച് മാഗിയും പിന്നെ ബ്രെഡും ഒരു ബുൾസയും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ബ്രെഡും നമ്മുടെ മുട്ടയും തന്നെയാണ് എൻ്റെയും അമ്മയുടെയും ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ദേ ഇത് എൻ്റെ ബുൾസൈ, 2 കണ്ണ് മുട്ട. കറിയൊക്കെ കുറച്ച് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, എനിക്കിത് മതിയെന്ന്. പിന്നെ ഇത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. രാക്കയും ഇല്ലല്ലോ, രാക്കയെ ആ പുട്ടും കടലൊക്കെ കഴിച്ച് വരെ നിറഞ്ഞാണ് പോയേക്കുന്നത്. അങ്കൂനും കൊടുത്തു, അവനിനി ട്യൂഷനും കാര്യത്തിനൊക്കെ പോകാനായിട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്കു ട്യൂഷനും പോയി. നമ്മുടെ ഇവിടെ പിടിച്ച നെല്ലിക്ക, നമ്മുടെ മാലികൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഗാർഡനേഴ്സ് ഇങ്ങനെ വീടുകളിൽ നമുക്ക് കൊണ്ടുതരും വലിയ ട്രാക്ടറിൽ ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടുത്തെ നെല്ലിക്ക ചുമന്നിരിക്കുന്ന കേട്ടോ, നല്ല വിളഞ്ഞ നെല്ലിക്ക. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് കഴുകി വേവിച്ചിട്ട് അമ്മ അച്ചാറിട്ട് വെച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾറെഡി നെല്ലിക്ക അച്ചാർ വേറെയുണ്ട്, നാരങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ അച്ചാറല്ലേ ഇരുന്നോളുമല്ലോ. അപ്പോൾ അത് ഒന്ന്
തിളപ്പിച്ച വെള്ളത്തിലിട്ടൊന്ന് റെഡിയാക്കിയിട്ട് അമ്മ അത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് വിറക്കി ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ നല്ലെണ്ണയിൽ പൊടികളൊക്കെ ഇട്ടിട്ട് കടുക് കറുത്തിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് ഈ നെല്ലിക്ക വേവിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വിനാഗിരി ഒഴിച്ചു കേട്ടോ. അപ്പോൾ അത് കേടാകത്തില്ല. അത് ഞാൻ നന്നായിട്ട് ആറിയതിന് ശേഷം പാത്രത്തിലോട്ട് ഇട്ട് വെക്കുക. അപ്പോൾ ഈ കുറച്ച് നാൾ ഇരുന്നോളൂ. എന്തായാലും തണുപ്പായതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാലും മതി. പിന്നെ ബാക്കി വന്നത് ഈ പാത്രത്തിലോട്ടും വെച്ചു. അപ്പോൾ ഒത്തിരി അച്ചാറിൻ്റെ സ്റ്റോക്കായി. നമുക്ക് ഡിന്നർ രാക്കി നമ്മുടെ കോഫി ഹൗസിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് മലബാർ ചിക്കൻ ബിരിയാണി സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾ ബിരിയാണി കണ്ടോ. കോഫി ഹൗസിൽ നിന്ന് വാങ്ങുന്ന റൈത്ത നമ്മുടെ നാട്ടിൽ അതേ സ്റ്റൈൽ റൈത്ത, ഉള്ളിയൊക്കെ ഇട്ടിട്ട്. ഇവിടെ പക്ഷേ ഇങ്ങനത്തെ റൈത്ത കിട്ടാൻ പാടാം. അങ്കുവിന് പക്ഷേ മറ്റേ സാധാ തൈര ഇഷ്ടം. എനിക്കും അമ്മയ്ക്കും ഒക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ റൈത്ത. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്. ഒരു ചിക്കൻ ബിരിയാണി തട്ടിയിട്ടിട്ട് ഞങ്ങളും രാക്കെ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ കൂടെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ചന്ദ്രനും നക്ഷത്രമല്ല, അത് പ്ലാനറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ചിമ്മുന്നില്ല. എന്തായാലും പുറത്ത് വന്നിട്ട് ഞാനതൊന്ന് എടുത്തു. നല്ല സൈലൻ്റായിട്ട് കിടപ്പുണ്ട്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ട് കേട്ടോ. അല്ലാതെ മൊത്തത്തിൽ ടൗൺഷിപ്പ് സൈലൻ്റായിട്ടുണ്ട്. പിന്നെ സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും അവിടെ. ഞങ്ങൾ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങിയായിരുന്നു. കുറച്ചൊന്ന് നടന്നിട്ട് പെട്ടെന്നെങ്കിൽ തിരിച്ചു കയറി കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് അങ്ങോട്ടൊക്കെ ചുറ്റിയത്. നമ്മുടെ റൂം, വിളക്ക് കത്തിക്കുന്ന റൂം, പിന്നെ കിച്ചൺ, നമ്മുടെ ബാൽക്കണി അടച്ചേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ, സുവർണക്ഷേത്രം, അമൃത്സറിലുള്ള. അപ്പം നമ്മൾ അങ്ങോട്ട് പോയ ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. പക്ഷേ ഗോൾഡൻ ടെമ്പിൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കാം കേട്ടോ. ഇവിടെ വന്ന് ലങ്കർ കഴിച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബിൽ അമൃത്സറിലാണ് സിഖ് മതക്കാരുടെ ഒരു ഗ്രന്ഥം ഇരിക്കുന്ന വളരെ വിശേഷം, ചരിത്രത്തിൽ വളരെ പ്രാധാന്യവും, ഏകദേശം നമ്മുടെ താജ്മഹലിനോട് കൂടി തന്നെ ലോകാത്ഭുതങ്ങളിൽ പെടാൻ പറ്റുന്നതുമായ, തീർച്ചയായിട്ടും അത്രയ്ക്കും ഒരു സംഭവം തന്നെയാണ് ഈ ഗോൾഡൻ ടെമ്പിൾ. ഇവിടെ വരുമ്പോഴേ അതിൻ്റെ ആ ഒരു ശക്തി നമുക്ക് മനസ്സിലാവും. ഞാൻ ഓൾമോസ്റ്റ് ഒരു 5ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ഞാനിവിടെ വരുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി മനസ്സിന് സമാധാനവും നമുക്ക് ഒത്തിരി ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സംഭവം തന്നെയാണ്. രാത്രിയിൽ തന്നെ ഇത് കാണണം കേട്ടോ. കാരണം ആ റിഫ്ലക്ഷൻ, ആ ഫ്രണ്ടിൽ കാണുന്ന മാനസരോവർ എന്ന് പറയും ആ സംഭവം. അപ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. പിന്നെ തലയിൽ കൂടി ഇങ്ങനെ തുണി ഇടണം, അത് മസ്റ്റാണ്. അവർ നോക്കി നിൽക്കട്ടോ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അവർ നമ്മളോട് ചൂടാവുന്ന രീതിയിൽ തന്നെ അവർ സംസാരിക്കും. അപ്പോൾ നമ്മൾ തലയൊക്കെ ഇട്ട് മറച്ചിട്ട് വേണം നമ്മളിവിടെ നിൽക്കാനും കാണാനും. ഇതേ ആ റിഫ്ലക്ഷൻ നോക്കി എന്ത് ഭംഗിയാണെന്നറിയാമോ. നേരിട്ട് കാണാൻ എനിക്കത് പറയാൻ പറ്റത്തില്ല. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കിടക്കുന്ന മീൻ കണ്ടോ, സ്വർണ്ണ മീനുകൾ എന്ന് പറയും. ശരിക്കും എനിക്ക് അത് പറയാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാവും ആ ഒരു എന്താ പറയുക വൈബ് എന്താണെന്നുള്ളത്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ലങ്കർ കഴിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഓരോ ഇങ്ങനെ മൂലയിലായിട്ട് തന്നെ വെള്ളമൊക്കെ കുടിക്കാനും അകത്ത് തന്നെ ആഹാരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വൃത്തി എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തിയുള്ളൊരു സ്ഥലം, ഇത്രയും ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണെന്ന് പറയത്തില്ല കേട്ടോ. ഇവിടെ ആളുകൾ അതേ നിന്ന് സൈഡിൽ കൂടെ കുളിക്കുന്നു, അവിടെ തന്നെ കിടന്നുറങ്ങും. ഇച്ചിരി തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ തണുപ്പൊന്നും അവർക്ക് ഒരു വിഷയമേ അല്ല കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ ജനങ്ങളാണ്. അപ്പോൾ അതേ കണ്ടോ, ഇങ്ങനെ നമ്മുടെ പ്രതിഷ്ഠകൾ വെക്കുന്ന പോലെ എന്തൊക്കെയോ ബുക്കുകൾ, എന്തൊക്കെയോ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ കാലിങ്ങനെ കഴുകിയിട്ട് വേണം കയറാൻ. അങ്ങനെയാണ് നമ്മൾ കയറിയത്. ഇപ്പോൾ നമ്മൾ ലങ്കർ എന്ന് പറയും, ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇങ്ങനെ ലൈൻ നമ്മൾ ഇതൊന്നും അറിയത്തില്ല. നമ്മൾ ഈ തിരക്കൊന്നും കണ്ടിട്ടൊന്നും നമുക്കതൊരു വിഷയമേ അല്ല. നമ്മൾ കയറുമ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റും സ്പൂണും ഒരു കട്ടോരി പോലത്തെ ഒരു സംഭവം തരും. നമ്മൾ അകത്തോട്ട് കയറുക. പിള്ളേരെയൊക്കെ കൊണ്ട് നമുക്ക് സുഖമായിട്ട് അങ്ങ് കയറാം. നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നിലത്തിരുന്നാണ് കഴിക്കേണ്ട കേട്ടോ. ആദ്യം നമുക്ക് റൊട്ടി കൊണ്ടിവിടെ എത്ര റൊട്ടി വേണമെങ്കിലും അവർ തരും. നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കൈ നീട്ടുമ്പോൾ കൈ വലിക്കുന്നവരെ അവർ റൊട്ടി തന്നുകൊണ്ടേയിരിക്കും. പിന്നെ എൻ്റെ പുറവിലാണ് മനുവും പാറുവും കുഞ്ഞുങ്ങളും ഉണ്ട്. എൻ്റെ അടുത്ത് അങ്കു ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്തത് ദാലാണ് കേട്ടോ, മിക്സഡ് ദാല്. പിന്നെ കട്ടോരിയിൽ ലാസ്റ്റ് വെള്ളം തരാനാണ് അവരത് നമ്മുടെ ഗ്ലാസ്സിന് വരും. പിന്നെ കടി എന്ന് പറയും ഇവിടെ ഇതിന്. ഈ കറി കണ്ടോ, അത് തൈരും കടലമാവും ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ കീരെന്ന് ഞാൻ എൻ്റെ വ്ളോഗുകളിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ പാൽക്കഞ്ഞി അല്ലെ പാൽപ്പായസം, നാക്കും കൂടെ ഇറങ്ങിപ്പോവും. എത്ര വേണമെങ്കിലും അവർ തരും. പിന്നെ വെള്ളം വരുന്നതുണ്ടോ,
ഒരു മെഷീൻ പോലത്തെ ഒരു സാധനം വന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് തരും. എനിക്ക് വൃത്തിയുടെ കാര്യമൊന്നും അത്രയ്ക്ക് പറയാൻ അറിയത്തില്ല, അത്രയ്ക്ക് വൃത്തിയാണ് അവിടെ. നമുക്ക് അത് ഇത്രയും പേര് വന്ന് ഫുൾ ടൈം ഇങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടേ നമുക്ക് ഇരിക്കാവേ. പക്ഷേ അവരുടെ ആ വൃത്തിയും കാര്യങ്ങളും എനിക്കത് പറയാൻ പറ്റത്തില്ല. ഒരു പ്രത്യേക ഒരു വികാരമാണ് ഇവിടെ വരുമ്പോൾ. എല്ലാവരും നിരന്നിരുന്ന് കണ്ടോ, സർദാർമാർ, അതിൻ്റെ കൂടെ ആർക്ക് വേണമെങ്കിലും ഇരിക്കാം, അവർക്ക് അതൊരു വിഷയമല്ല. പക്ഷേ തല നമ്മൾ നന്നായിട്ട് മറച്ചിരിക്കണം, തുള്ളി പോലും കുടി കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പാത്രം നമ്മൾ പോകുന്ന വഴി അവിടെ വെച്ചിട്ട് പോയാൽ മതി. കഴുകിയൊന്നും കൊടുക്കണ്ട കേട്ടോ, അവിടെ കഴുകാനൊക്കെ ആളുണ്ട്. നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്ന് കൈ കഴുകി നമുക്കങ്ങ് ഇറങ്ങാം. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള ആ ഒരു കവാടമാണ്, അതിൻ്റെ ഭംഗി നമുക്ക് എത്ര വേണമെങ്കിലും നിന്ന് ആസ്വദിക്കാം. ഇവരൊരു റെസ്ട്രിക്ഷൻസും നമ്മൾ തരത്തില്ല. ഞാൻ പറഞ്ഞല്ലേ, മുടി മാത്രം നന്നായിട്ട് എല്ലാവരും കേട്ടോ, ആണാലും പെണ്ണാലും കവർ ചെയ്തിരിക്കണം. അത് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഒരു എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കണ്ടോ. പിന്നെ ഞാൻ പറയാൻ വന്നു വെച്ചാൽ, അമ്മയും ഞുഞ്ഞുമോനും വന്നില്ല കേട്ടോ. അമ്മ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ ചുറ്റിയ കാര്യമൊക്കെ ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ ഇട്ടിരുന്നു. ഒത്തിരി ടയർഡായി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയും ഞുഞ്ഞുമോനും ഹോട്ടലിൽ തന്നെ ഇരിക്കുക. കാരണം അമ്മ വന്നിട്ടുള്ളതുകൊണ്ട് വീണ്ടും വരുന്നില്ല എന്ന് പറഞ്ഞു. ഞുഞ്ഞുമോനും സുഖമായിട്ട് ഇരിക്കട്ടെ, കാരണം അത്രയും അങ്ങ് ടയർഡായിപ്പോയി. ഞങ്ങൾ പകൽ ജാലിയൻ വാലാബാഗിലൊക്കെ പോയിട്ട്. പക്ഷേ അതെല്ലാം നികത്തി ഞങ്ങൾ ഒത്തിരി ഹാപ്പിയായി ഗോൾഡൻ ടെമ്പിളിൽ വന്നപ്പോൾ. കാരണം നമ്മൾ വന്നതും അറിഞ്ഞില്ല, നിന്നതും അറിഞ്ഞില്ല. ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നേ, അത്രയ്ക്ക് സന്തോഷമായി ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാം ഒത്തിരി എൻജോയ് ചെയ്ത്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാം കേട്ടോ. എപ്പോഴും ആക്റ്റീവാണ്, ഇങ്ങനെ ആളുകൾ നിൽക്കും. അപ്പോൾ ഇപ്പോൾ ശരിക്കും ദർശനത്തിൻ്റെ സമയം ആയിരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അതുവഴി അകത്ത് കയറി ഗ്രന്ഥമൊക്കെ കാണാം. പക്ഷേ ഞങ്ങളൊരു 12 മണിക്ക് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇറങ്ങി. പിന്നെ 4 മണിക്കേ ഉണ്ടായിരുന്നുള്ളൂ അകത്തോട്ടുള്ള ദർശനം. അപ്പോൾ ചുറ്റും നമുക്കിങ്ങനെ നടക്കാം. ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഒരു സൈഡിൽ കൂടെ നടക്കും, വെള്ളമുണ്ട്, അവിടെ കിടന്ന് വേണമെങ്കിൽ നമുക്ക് ഉറങ്ങാം, ഇത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അവർ അങ്ങനെയൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും നമുക്ക് അവർ തരില്ല. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണിത്. ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഗ്രന്ഥം കയറി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ കയറാൻ, കാരണം അത് കാണുന്ന സമയത്ത് ഭയങ്കര ക്യൂവാണ്. ഒരു പ്രാവശ്യം എന്തായാലും കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അതേ കുന്തം കൊണ്ട് ആളുകൾ വന്നുണ്ടോ, മുടി കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ റെഡിയാക്കും. പിന്നെ അവിടെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാർപ്പറ്റൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ സോപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പുറത്തെ ആ ഒരു സംഭവമാണിത്. ഞാൻ പറഞ്ഞല്ലോ, അകത്തോട്ട് കയറുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവമുണ്ട്, അതൊക്കെ വെച്ച് കാല് കഴുകിയിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങുക. അത് ഫ്രണ്ടിൽ നമ്മൾ ആദ്യം കയറുന്നതിന് മുന്നേ ഉള്ളത് ആ അമ്പലത്തിൻ്റെ ഗോൾഡൻ ടെമ്പിളിൻ്റെ സുവർണക്ഷേത്രത്തിൻ്റെ ഒരു ഔട്ട്സൈഡ് ലുക്ക് ഇതാണ്. പിന്നെ അകത്തോട്ട് ഞാൻ കാണിച്ചല്ലോ, ആ ഫസ്റ്റ് നമ്മൾ കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊരു സംഭവം തന്നെയാണ്. തിരക്ക് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളങ്ങനെ അവിടെ ചായയും കാപ്പിയും മാഗിയൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നേ. അവരോരോ കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഞാൻ കോഫി അലർജി ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും നോക്കിയില്ല. അതേ സൃഷ്ടിക്കുട്ടി തലയിൽ കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടോ. തിരക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി, രാവിലെ ഞങ്ങൾ ശരിക്കും പറ്റിക്കപ്പെടുകയായിരുന്നു. ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും തന്നെയായിരുന്നു. വണ്ടി പിടിച്ചൊന്നും പോകണ്ട, അതായത് ആ രക്ഷ പോലത്തെ സാധനത്തിലൊന്നും കയറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നമ്മുടെ സ്വന്തം വണ്ടി എടുത്തുകൊണ്ടാണ് വന്നത്. ഞങ്ങൾ ടാക്സിയിലല്ല വന്നത്. അതുകൊണ്ട് സമാധാനമായിട്ട് നമുക്ക് നിൽക്കുകയും കാണുകയും പോവുകയൊക്കെ ചെയ്യാമല്ലോ. കാരണം ഒരു വട്ടം വന്നുകൊണ്ട് നമ്മൾ ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ പോകുന്നു. രാവിലെ നമുക്ക് ആകെ ഒന്നും അറിഞ്ഞുകൂടെ നമ്മൾ കഷ്ടപ്പെട്ട് പോയില്ലേ. ആ വ്ളോഗിൽ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാനത് കറക്റ്റായിട്ട് അമൃത്സർ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു വ്ളോഗാണ്. അതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് അന്ന് നമ്മൾ വലഞ്ഞ ആ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അത്രയ്ക്ക് എൻജോയ് ചെയ്തു, സൂപ്പറായിരുന്നു. സമാധാനപരമായി നമ്മുടെ ഗോൾഡൻ ടെമ്പിളും കാര്യങ്ങളും ഒക്കെ കണ്ടു. എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എനിക്കിത് എന്തായാലും നമ്മുടെ ചാനൽ ഇടണമെന്നുണ്ടായിരുന്നു. കാരണം ചില കാര്യങ്ങൾ കാണാത്തവരും കാണുമല്ലോ, അപ്പോൾ അവർക്കും മനസ്സിലാവണം ഇത്രയും നല്ല സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ടെന്നും ഉള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലെ വിശേഷം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വണ്ടിയിലാണ് വന്നത്. പാർക്കിങ് കുറച്ച് ദൂരമായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ച് നടക്കേണ്ടി വന്നു. എന്നാലും സാരമില്ല, സമാധാനമായിട്ട് നമ്മുടെ വണ്ടി വന്ന് കയറിയപ്പോൾ തന്നെ സ്വസ്ഥതയാവുമല്ലോ. ടാക്സി കാട്ടി നല്ലതല്ലേ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.